ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പറളി അവിടുന്ന് വില്യംകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകുവശത്ത് കാണുന്ന പ്രകൃതി രമണീയമായ സ്ഥലം, ഈ കാണുന്ന പാടശേഖരം, ഈ ഒരു സൈഡ് പാടശേഖരം, അതേപോലെ സൈഡായിട്ടുള്ള റോഡ് പോകുന്നുണ്ട്. റോഡിനോട് ചേർന്നിട്ടുള്ള ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ പാടശേഖരങ്ങളും മലനിരകളൊക്കെ കാണാം. പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് ബസ് റൂട്ടാണ്. കമ്പ വള്ളിക്കോട് ഇവിടെ നിന്ന് നേരെ മുട്ടിക്കുളങ്ങര പോകുന്ന വഴിയാണ്. വില്യംകാട് ജംഗ്ഷൻ ഒരു 200 മീറ്റർ മാത്രമേ ഉള്ളൂ. ആ വില്യംകാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൂട്ടുപാത ചെർപ്പുളശ്ശേരി, അതേപോലെ നമ്മുടെ നാഷണൽ ഹൈവേ കോഴിക്കോട്. ഇവിടെ നേരെ പോയാലും നമ്മൾ നാഷണൽ ഹൈവേ കോഴിക്കോട് പോകുന്നത് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പറളി നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഈ വില്യംകാട്ടിലേക്കുള്ളത്, ജംഗ്ഷനിലേക്കുള്ളത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാണ് നമ്മൾ കൂട്ടുപാത ചെർപ്പുളശ്ശേരി മണ്ണാർക്കാട് കോഴിക്കോട് പോകുന്ന ആ റോഡ്. ഇതിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തിൻ്റെ കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഒരു 26 സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് പരിചയപ്പെടുത്തുന്നത്. 26 സെൻറ്റ് ഹൗസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്കൊരു നല്ല ടാർ റോഡ് ഉള്ളത്. ആ ടാർ റോഡ് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ടാർ റോഡ് പോകുന്നത് ഇവിടെ നേരെ കമ്പ വള്ളിക്കോട് മുട്ടിക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ റോഡ് ഇവിടെ നോക്കിയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇത് കാണാം, നേരെ ആട്ട പോകുന്നത് കാണാം. അത് നേരെ വില്യംകാട് ജംഗ്ഷനിൽ നിന്ന് പോകുന്നതാണ്. നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ് പ്ലോട്ട്. ഇതിനകത്ത് നമുക്കൊരു മെയിൻ ഗേറ്റ് ഇവിടെ കാണാം. ഇവിടുന്ന് ലാസ്റ്റ് വരെ നമുക്കുണ്ട്. ഏകദേശം ഇതിൻ്റെ ഫ്രണ്ടേജ് മാത്രം 28.5 മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട്. അതായത് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഒരു 4 കെട്ട് വീട് അല്ലെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ കിഴക്ക് നോക്കി നിൽക്കുന്ന വീട്, അതേപോലെ കിഴക്ക് റോഡ്, കിഴക്ക് പാടം, നമ്മളിവിടെ കാണുന്ന ആ കിഴക്ക് പാടം, നമ്മുടെ അതിര് വരുന്നത് ഇവിടെ നമുക്ക് ഒരു കാറ് നിൽക്കുന്നത് കാണാം. ആ കാറ് നിൽക്കുന്ന അവിടുന്ന് ഏകദേശം ഇങ്ങനെ വരും. ഇവിടുന്ന് ഈ കാറ് നിൽക്കുന്ന അവിടുന്ന് നമുക്കിങ്ങനെ ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട്. 28.5 മീറ്ററാണ്. ഇതിൽ 3 പ്ലോട്ടാണ് ഉള്ളത്. ആ 3 പ്ലോട്ടിൽ നമുക്ക് ഒരു പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് 26 സെൻറ്റാണുള്ളത്. 26 സെൻറ്റ് ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട്. ഇതിനകത്ത് ചെറിയൊരു ഷെഡ് ഉണ്ട്. ഇത് വേണ്ടാത്തവർക്ക് നമുക്കത് ഡിസ്മാൻഡിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ പാടശേഖരത്തിനോട് ചേർന്നിട്ട് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഒരു 4 കെട്ട് വീട്, ഒരു കിടിലം വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഒരു സൂപ്പറായിരിക്കും. കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പാടശേഖരം നല്ല രീതിയിൽ കാറ്റ് വരുന്നൊരു ഭാഗമാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എപ്പോഴും നമുക്ക് കിട്ടി എന്ന് വരില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല മലനിരകൾ കാണാം അല്ലേ. ഈ മുണ്ടൂർ അവിടുന്ന് ആ ഭാഗത്തൊക്കെ ഉള്ള മലനിരകളാണ് നമുക്കവിടെ കൂടുതലും കാണുന്നത്. ആ വണ്ടി പോകുന്നതും എല്ലാം നല്ല ഒരു പ്രകൃതി രമണീയമായ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടുന്ന് നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഇത്രയും ഫ്രണ്ടേജ് നമ്മൾ പറഞ്ഞു 28.5 മീറ്ററാണ് ഫ്രണ്ടേജ്, 26 സെൻറ്റാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അതിര് സ്റ്റാർട്ട് ചെയ്യുന്നത് 26 സെൻറ്റ് എന്ന് പറയുന്ന അതിര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങനെ അതിര് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഈ പ്ലോട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള പ്ലോട്ടാണ്. ഇവിടുന്ന് അതിര് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇവിടുന്ന് ഇങ്ങനെ അതിര് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോകും, മേലോട്ട് പോകും. ഇതെല്ലാം ക്ലിയർ ആക്കി തരും. അതുപോലെ ഈ ഭാഗത്ത് നമുക്കൊരു ഷെഡ് കാണുന്നുണ്ട്. ഈ ഷെഡ് വേണ്ടാത്തവർക്ക് ഇതിനകത്ത് നേരത്തെ ഒരു ചെറിയൊരു കമ്പനി നടന്നിട്ടുള്ളതാണ്. ഷെഡ് വേണ്ടാത്തവർക്ക് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് വളരെ വൃത്തിയാക്കി തരും. നമ്മൾ ഇവിടുന്ന് ഒരു വീട് കെട്ടിയിട്ട് ആ ഭാഗം നോക്കുമ്പോൾ വളരെ അതിമനോഹരമായി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളില്ലാതെ പാടശേഖരങ്ങളാണ്. ഇവിടെ വർഷത്തിൽ 3 പ്രാവശ്യം കൊയ്യുന്ന ഒരു പാടശേഖരമാണ്. കാരണം ധാരാളം വെള്ളം കിട്ടുന്നതുകൊണ്ട് വർഷത്തിൽ 3 പ്രാവശ്യം കൊയ്യുന്ന ഇതിനകത്ത് ഒരു മറവോ ഒന്നുമില്ല. അത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. നമ്മൾ ഈ ഷെഡ് പറഞ്ഞിരുന്നു. ഷെഡ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതെല്ലാം പ്ലോട്ടാക്കി തരും. ഇവിടെ നിങ്ങോട്ട് മേലോട്ടുണ്ട്, മേലക്കോട്ട് ഫ്രണ്ടിലുമുണ്ട്. ഇത്രയും നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ എങ്ങനെ വന്നാൽ നമ്മൾ ഫ്രണ്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ അല്ലേ. ഫ്രണ്ടേജ് പറഞ്ഞിരുന്നത് 28.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും രീതിയിൽ
ഫ്രണ്ടേജ് പോകുന്നുണ്ട്. നമ്മുടെ ഈ വീട് കെട്ടുന്നവർക്ക് നേരെ ഫ്രണ്ടിൽ ടാർ റോഡാണ്. ഈ ടാർ റോഡിൽ നമുക്ക് ഒരു 5-6 ബസ്സുകൾ മാത്രം തന്നെ നേരെ കമ്പ വള്ളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡുള്ളത്. ഒരുപാട് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഒരു വീട് കെട്ടാമെന്നുള്ളതാണ്. ഇത് കണ്ടോ, ഈ പാടശേഖരം ഇവിടുന്ന് അങ്ങനെ പോയി മലനിരകൾ നമുക്ക് കാണാം. പ്രകൃതി എവിടെയാണെങ്കിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം തന്നെ ഇവിടുന്ന് അങ്ങനെ വന്ന് നമുക്കിതിൻ്റെ സെൻട്രലിലൂടെയാണ് ആ റോഡ് പോകുന്നത്. ആ റോഡ് അങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് വലതുവശം നോക്കണം, അതുപോലെ രീതിയിലുള്ള പാടശേഖരങ്ങളാണ്. വർഷത്തിൽ 3 പ്രാവശ്യം കൊയ്യ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. റോഡിനോട് ഫേസ് ചെയ്തുകൊണ്ട്, കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് കിഴക്ക് റോഡ്, കിഴക്ക് പാടശേഖരങ്ങൾ എല്ലാം തന്നെ വാസ്തു കൊണ്ടൊക്കെ നല്ല രീതിയിൽ വലിയൊരു 4 കെട്ട് വീട് അല്ലെങ്കിൽ വലിയൊരു കണ്ടംപററി സ്റ്റൈൽ 4, 5 കാറ് പാർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ നല്ല നല്ല വീടുകൾ കെട്ടാൻ പറ്റും അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് വിദേശത്തു നിന്ന് വരുന്നവർക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇതുപോലുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് എല്ലായിടത്തും കിട്ടി എന്ന് വരില്ല. പ്രോപ്പർട്ടി കിട്ടുന്ന സമയത്ത് നമ്മളിത് സ്വന്തമാക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 26 സെൻറ്റ് സ്ഥലം, കിഴക്ക് ഫേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള റോഡ്, കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് വീട് കെട്ടാം. കിഴക്കിലെ തന്നെ നമുക്ക് നിൽക്കുന്ന പാടശേഖരങ്ങൾ, ഇത് പ്രകൃതി രമണീയമായ ഈ സുന്ദരമായ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 1 സെൻറ്റിന് 3 ലക്ഷം രൂപയാണ്. പറമ്പാണ്, ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും. ഈ പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴേക്കുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. ഇപ്പോൾ നമ്മൾ 26 സെൻറ്റ് സ്ഥലം പറഞ്ഞല്ലോ അല്ലേ. മൊത്തമായിട്ട് 26 സെൻറ്റ് സ്ഥലം ഒരുമിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒരുവിധം നെഗോഷ്യബിൾ ചെയ്ത് വാങ്ങിക്കാം. അത് എല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മുതൽ ഒരു 11.5 സെൻറ്റ് ഉണ്ട്, അത് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 14.5 സെൻറ്റായിട്ടും എടുക്കാം. ഇത് രണ്ടും കിഴക്ക് ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് വീട് കെട്ടാം എന്നുള്ളതാണ്. ഇനി 26 ഒരുമിച്ച് വാങ്ങിക്കാൻ എന്നൊരു നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ സൂപ്പറായിട്ടൊരു വീട് കെട്ടാൻ മതി. ഉദ്ദേശിക്കുന്ന റേറ്റ് 3 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിളാണ്. ഈ പ്ലോട്ടിൻ്റെ പരിസരത്തായിട്ട്, നമ്മുടെ 26 സെൻറ്റ് പ്ലോട്ടിൻ്റെ പരിസരത്തായിട്ട് നമുക്കിവിടെ അമ്പലമുണ്ട്, ചർച്ചുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന താഴെക്കിടന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതേമാതിരിയുള്ള പ്രകൃതി രമണീയമായ പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് PKD. ബൈ.